തിരികെ തറവാട്ടിലേക്കുള്ള വഴിയിൽ അപ്പു തികച്ചും മൗനമായിരുന്നു. അവളുടെ ഉള്ളിൽ പൊന്നുന്ന രോഷം ശിവയ്ക്കും ചിത്തുവിനും മനസ്സിലാവുന്നുണ്ടായിരുന്നു. തറവാട്ടിലെത്തിയതും അപ്പു കാർ തുറന്നിറങ്ങി നേരെ മുറിയിലോട്ട് പാഞ്ഞു. ഇപ്പൊ അവളുടെ പുറകെ പോകണ്ടെന്ന് ചിത്തുവിനോട് പറഞ്ഞിട്ട് ശിവ റൂമിലേക്ക് പോയി. അവർ റൂമിലെത്തുമ്പോഴാണ് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഒരുങ്ങുന്ന വൈഭവിനെ കാണുന്നത്. അല്ല, ഉണ്ണിയേട്ടൻ ഇതെപ്പോഴാ വന്നേ? വരാൻ താമസിക്കും എന്ന് പറഞ്ഞിട്ടും. അല്ല, ഇതിപ്പോ എവിടേക്കാ പോകാൻ ഒരുങ്ങുന്നേ? കതകടച്ച് ലോക്ക് ചെയ്ത് അവന്റെ അടുത്തേക്ക് ചെന്നവൾ വല്ലാത്തൊരു ആകാംക്ഷയോടെ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഹോസ്പിറ്റലിൽ വലിയ തിരക്കായിരുന്നു എന്ന്. പിന്നെ ഒരാളെ കാണാനും ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ കുറച്ചു മാറ്റം വന്നപ്പോൾ ഇങ്ങ് പോന്നു. ഇടം കണ്ണാൽ അടുത്തു നിൽക്കുന്ന പെണ്ണിനെ ഒന്ന് നോക്കി പറഞ്ഞു വൈഭവ്. അപ്പോ ബേസിക്കലി എന്റെ ഡോക്ടർക്ക് ഇപ്പൊ പണി ഒന്നുമില്ലെന്ന് അർത്ഥം അല്ലേ? പിന്നെ എന്തിനാ മാഷേ ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി പോകാൻ റെഡിയാകുന്നേ? അവന്റെ മുന്നിലേക്ക് കയറി നിന്ന് ചെക്കന്റെ ഷട്ടിൽ പിടിച്ച് അതിലെ ബട്ടൺസ് ഓരോന്ന് അഴിച്ചുകൊണ്ട് ശിവ ചോദിച്ചു. അടുത്ത നിമിഷം അവളെ എടുത്ത് ആ ടേബിളിന്റെ പുറത്തേക്ക് ഇരുത്തി വൈഭവ്. ഇരു കൈകൾ കൊണ്ട് ലോക്ക് ചെയ്തു തന്നിലേക്ക് മുഖം അടുപ്പിച്ചവനെ പിടയ്ക്കുന്ന മിഴികളായി നോക്കിയെങ്കിലും അവളുടെ ചുണ്ടിൽ കുറുമ്പായിരുന്നു. യുനോ ആമി, നീ എന്നെ വിളിക്കുന്നത് രണ്ട് പേരില്ല, അതും രണ്ട് ടോണിൽ. നീ ഉണ്ണിയേട്ടാന്ന് വിളിക്കുമ്പോൾ നീ എന്റെ ഭാര്യയാണ്, എന്റെ പെണ്ണ്, എന്റെ പ്രണയം. ബട്ട് വെൻ യു കാൾ മീ ഡോക്ടർ, ഇറ്റ്സ് ലൈക്ക് എ സെഡ്യൂഷൻ ഫോർ മീ, മൈ ഗേൾ. വശ്യമായ സ്വരത്തിൽ അവളുടെ മൂക്കിൻ തുമ്പിൽ ചുണ്ടുരസി അവൻ പറഞ്ഞതും ശിവയുടെ വെണ്ണം പോലുള്ള കവളുകൾ ചെഞ്ചുവൂക്ക് കൊണ്ട് നിറഞ്ഞു. അപ്പോ ആ ഡോക്ടർ വിളി ഏറ്റോ? എന്നാ ഇപ്പൊ പോവോ അതോ പോക്ക് ക്യാൻസൽ ചെയ്യുവോ? കുറുമ്പോടെ ശിവ ചോദിച്ചു. അവനൊരു ചിരിയോടെ ചുണ്ടുകൾ അവളിലേക്ക് അടുപ്പിച്ചു. ശിവ രണ്ട് കണ്ണും അടച്ചിരുന്നു. 1-2 സെക്കൻഡുകൾ കഴിഞ്ഞതും ഒന്നുമില്ലെന്ന് മനസ്സിലായവൾ കണ്ണു വലിച്ചു തുറന്നതും കാണുന്നത് കൈകൾ പിണച്ചുകെട്ടി കുസൃതി ചിരിയോലെ മുന്നിൽ നിൽക്കുന്നവനെയാണ്. എന്തോ നോക്കിയിരിക്കുവാ? കുറുമ്പ് നിറഞ്ഞ ചിരിയോടെ അവൻ ചോദിച്ചു കഴിഞ്ഞതും ഉണ്ടക്കവൾ വിയർപ്പിച്ചവൾ. അടുത്ത നിമിഷം ഇരു കൈകൾ കൊണ്ടും അവന്റെ ഷട്ടിൽ പിടിച്ചു വലിച്ച് തന്നിലേക്ക് അടുപ്പിക്കുകയും അവന്റെ ചുണ്ടുകളെ സ്വന്തമാക്കുകയും ചെയ്തു. പെണ്ണിന്റെ കുറുമ്പും സന്തോഷവും കലർന്ന ചുംബനം അവൻ ഏറ്റെടുക്കാൻ തുടങ്ങിയിരുന്നു. ഇതളുകൾ അകറ്റാതെ പയ്യെ അവളെ പൊക്കിയെടുത്തു നടന്ന് ബെഡിലേക്ക് കൊണ്ട് ചായ്ച്ചു അവളുടെ മേലേക്ക് കിടന്നു. ചുംബന തീവ്രത കൂടിയ നിമിഷം യാന്ത്രികമായ അവന്റെ ചുണ്ടുകൾ അവളുടെ അതരത്തെ വിട്ട് താഴേക്ക് ചലിച്ചു. പെണ്ണിന്റെ കഴുത്തിലേക്ക് അവ എത്തിയതും വലിയ ശബ്ദത്തോടെ വൈഫിന്റെ പോക്കറ്റിൽ കിടന്ന ലേറ്റസ്റ്റ് ഐഫോൺ റിംഗ് ചെയ്തു. ഷിറ്റ്! ദേഷ്യമണ്ണവൻ മുരണ്ടുകൊണ്ട് മാറിയതും ശിവ പൊട്ടിച്ചിരിച്ചുപോയി. 5 minutes ഡോക്ടർ, ഞാനിപ്പോ എത്താം. ഫോൺ അറ്റൻഡ് ചെയ്തവൻ പറഞ്ഞു എഴുന്നേറ്റു. അപ്പോ പോവാണോ ഡോക്ടറെ? ശിവ കളിയോടെ ചോദിച്ചതും ചെക്കന്റെ കൂർത്ത ഒരു നോട്ടം പെണ്ണിലെത്തി. അവളൊന്ന് ചുണ്ടുമടക്കി ചിരിച്ചു. ഹോസ്പിറ്റൽ, ഒരു എമർജൻസി, അത്യാവശ്യമായി പോകണം. വൈഭവ് അവന്റെ ഷർട്ട് ഒന്ന് ശരിയാക്കി ഇട്ടു പറഞ്ഞു. ഒന്ന് നേരെ ചെന്ന് കബോർഡ് തുറന്നു. എന്നിട്ട് ഒരു കവർ എടുത്ത് ശിവയുടെ കയ്യിൽ കൊടുത്തു. ഇതിൽ കുറച്ച് പഴയ ബുക്സും കുറച്ച് ക്ലാസിക്കൽ ഡാൻസിന്റെ കാസറ്റുമുണ്ട്. അപ്പമ്മയ്ക്ക് നീ തന്നെ കൊടുക്കണം ഇത്. ഉണ്ണിയേട്ടാ, ഇതൊക്കെ? ശിവ മനസ്സിലാവാതെ അവനെ നോക്കി. ഒന്നുമില്ലടി, അപ്പമ്മയുടെ അടഞ്ഞുപോയ ഓർമ്മകളെ ട്രിഗർ ചെയ്യാനുള്ള കീകളാണ് ഇതെല്ലാം. വേറെ കുഴപ്പമൊന്നുമില്ല. പെണ്ണിന്റെ കവളിൽ ഒന്ന് തട്ടി അവൻ പറഞ്ഞതും ശിവ ചിരിക്കാൻ ശ്രമിച്ചു. ഞാൻ പോയിട്ട് വരാം. മുത്തശ്ശിയോ മുത്തശ്ശനോ ചോദിച്ചാൽ ഞാൻ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഈ കവൾ ഇങ്ങനെ വീർപ്പിക്കാതെ ഒന്ന് അമർത്തി ചിരിക്കടി എന്റെ ഉണ്ണിയാർച്ചേ. എവറിത്തിങ്സ് ഗോണ ബി ഫൈൻ മൈ ലേഡി. പെണ്ണിന്റെ ഉണ്ട കവളിൽ മുത്തി അവിടെ ഒന്ന് ചെറുതായി കടിച്ചു വിട്ട് വൈഭവ് പറഞ്ഞതും ശിവ നിറ മനസ്സോടെ ചിരിച്ചു. അവളോട് യാത്ര പറഞ്ഞ് വൈഭവ് ഇറങ്ങിയതും ശിവ തന്റെ കയ്യിലെ പൊതിയിലേക്ക് നോക്കി ഒന്ന് നിശ്വസിച്ചു. ഹോട്ടൽ ബ്ലൂ ഡയമണ്ടിന്റെ പ്രൈവറ്റ് ടേബിളിൽ ഇരിക്കുകയാണ് വൈഭവും ആര്യനും. ആര്യൻ ശങ്കർ, വൺ ഓഫ് ദി ബെസ്റ്റ് സൈക്കാട്രിസ്റ്റ് ഇൻ ദി വേൾഡ്. അപ്പോ ആര്യൻ, നീ പറഞ്ഞു വരുന്നത് അപ്പമ്മയ്ക്ക് ഉണ്ടായത് വെറും ഒരു അമ്നേഷ്യ അല്ലെന്നാണോ? ആര്യൻ നീട്ടിയ ഫയലുകൾ വായിച്ചു നോക്കിയ വൈഭവ് നെറ്റിച്ചുളുക്കി ചോദിച്ചു. എക്സാക്ട്ലി. മാമിയും അമ്മയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ഈ മെന്റൽ ഡിസോർഡർ പെട്ടെന്നുണ്ടായ ഒരു ഷോക്കിലൂടെ വന്നത് മാത്രമല്ല, ജീവിതകാലം മുഴുവൻ അവരെ ഒരു ഭ്രാന്തിയാക്കി ഇരുത്താനായി ആരോ മനഃപൂർവ്വം ചെയ്തതാണ്. ആര്യന്റെ വാക്കുകൾ കേട്ട വൈഭവ് ഞെട്ടലോടെ അവനെ നോക്കി. ആര്യ, യു സെഡ് ഇറ്റ് വാസ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ? അതേ വിച്ചു, ഞാൻ പറഞ്ഞല്ലോടോ, ഒരു PTSD ആയിരിക്കുമെന്നായിരുന്നു അപ്പമ്മയുടെ കാര്യത്തിൽ എന്റെ ആദ്യ നിഗമനം. ബട്ട് ഇത് അതിലും വലുതാണ്. ജീവന് തുല്യം സ്നേഹിച്ച ആള് കൺമുന്നിൽ ഇല്ലാതാവുക, അതിലുപരി നൊന്ത് പ്രസവിച്ച് സ്വന്തം കുഞ്ഞിനെ നഷ്ടമാവുക, അതൊക്കെ തന്നെ ധാരാളമാണ് ഒരു സാധാരണ മനുഷ്യന്റെ മാനസിക നില തെറ്റാൻ. ചില്ലുപാത്രം പോലെ ഉടഞ്ഞുപോയ ആ അമ്മയുടെ മനസ്സിനെ തിരികെ കൊണ്ടുവരാൻ നോക്കിയതിനു പകരം ഇരുട്ടിന്റെ കുഴിയിലേക്ക് വീണ്ടും തള്ളിയിടുകയാ ചെയ്തത്. ആര്യൻ പറഞ്ഞു നിർത്തുമ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം വൈഭവിന് മനസ്സിലായി. ശിവയുടെ ജനനസമയത്ത് നടന്ന സംഭവങ്ങൾ, അപ്പമ്മയിൽ ബാധിച്ച ഷോക്ക് ആരോ മനഃപൂർവ്വം ഉപയോഗിച്ചു. ആ പഴയ ഡോക്ടർ നമ്മുടെ കയ്യിലുണ്ടല്ലോ അല്ലേ? അയാളെ ഞാൻ എന്റെ വീട്ടിലെ ബേസ്മെന്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാണിക്യമംഗലത്തെ ആരായിരുന്നു അയാളെ ഇത്രയും കാലം പോറ്റിയത്, ആ വ്യക്തിക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല ഇനി അയാളെ. ആര്യൻ പറഞ്ഞതും വൈഭവ് ആലോചനയോടെ മൂളിക്കഴിഞ്ഞ് 3 വർഷത്തിലേറെയായി. മറ്റാരും അറിയാതെ ആര്യൻ അപ്പമ്മയെ കൺസൾട്ട് ചെയ്യുന്നുണ്ട് വൈഭവിന്റെ ആവശ്യപ്രകാരം. കുടുംബത്ത് തന്നെ ഒരു കറുത്ത കൈ ഒളിഞ്ഞിരിക്കുന്നുള്ളത് കൊണ്ടാണ് അപ്പമ്മയുടെ
ചികിത്സയുടെ കാര്യം അവൻ രഹസ്യമാക്കിയത്. കുറച്ചു മാസത്തേക്ക് മുന്നെയാണ് വൈഭവനും ആര്യനും ഒരു തുറുപ്പുചീട്ട് കിട്ടുന്നത്. പണ്ട് അപ്പമ്മയെ ചികിത്സിച്ച ഒരു ഹോസ്പിറ്റൽ. അവിടുത്തെ കാര്യങ്ങളും പഴയ ഡോക്ടറിനെയും തപ്പാൻ പോയിരിക്കുകയാണ് ആര്യൻ. ഡാ, ശിവയോട് പറയണ്ടേ എല്ലാം? വേണം. നീ അപ്പമ്മയെ നോക്കുന്ന കാര്യം അവൾക്കറിയാം. ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ബാക്കിയൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞു തുടങ്ങിയാൽ എല്ലാം പറയേണ്ടി വരും. നീ ഒന്ന് തിരികെ വരാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇനി വേണം പറയാൻ. പിന്നെ വിച്ചു, ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, വാമിക അമ്മയുടെ കഴിഞ്ഞുപോയ ഓർമ്മകളെ തിരികെ വരും വരെ ശിവ പഴയത് ഒന്നും അറിയാതെ ഇരിക്കുന്നതാണ് നല്ലത്. പെട്ടെന്നൊരു ഷോക്ക് അപ്പമ്മ താങ്ങില്ല. മനസ്സിലായോ? ആര്യം പറഞ്ഞതിനെ ഗൗരവത്തോടെ മൂളുമ്പോൾ ശിവയെ എല്ലാം എങ്ങനെ അറിയിക്കുമെന്ന ചിന്തയിലായിരുന്നു വൈഭവിന്റെ മനസ്സ് ഉഴറി. അനി അപ്പുവിന്റെ റൂമിലേക്ക് ചെന്നു. അകത്തേക്ക് കയറിയതും കണ്ടു അവളുടെ വലിയ പാണ്ടപാവയും കെട്ടിപ്പിടിച്ചുകൊണ്ട് മുഖം വീർപ്പിച്ച് ബെഡിലിരിക്കുന്ന പെണ്ണിനെ. ആഹാ, കുട്ടി ഡോക്ടർ ഇവിടെ പാവയും പിടിച്ചോണ്ടിരിക്കുകയാണോ? ഞാൻ ഡോക്ടർ ആവാൻ പോവുകയാണെന്ന് വലിയ കാര്യത്തിൽ പറയുന്നത് കേട്ടപ്പോൾ തോന്നി എന്റെ കൊച്ചിന് ഇത്തിരിയെങ്കിലും വിവരം വെച്ചെന്ന്. ഇത് തേണ്ടേ വീണ്ടും ഡോറാബുജി ആയോ? അനി ചിരിയോടെ അവളുടെ ബെഡിലേക്ക് ഇരുന്നു. അപ്പോഴും അപ്പുവിന്റെ മുഖം തെളിഞ്ഞില്ല. ഛേ, എന്തിനാ ഇനിയും ഇങ്ങനെ മുഖം വീർപ്പിച്ചു വെച്ചേക്കുന്നേ? ദേ നോക്കിയോ, മോള് പിണങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞ് നിന്റെ ഏട്ടത്തിയമ്മ എന്നോട് ഒരേ സങ്കടം പറച്ചിൽ. നീ മിണ്ടിയില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചു പുറത്തു നിൽപ്പുണ്ടാള്. അനി അപ്പുവിനെ തോണ്ടി പറഞ്ഞതും അവളുടെ നോട്ടം മുറിക്ക് വെളിയിലേക്ക് പോയി. ചൈത്രയുടെ ആണെന്ന് തോന്നുന്നു ഒരു നിഴൽ കതകിന് മറയിൽ നിൽക്കുന്നത് കാണാം. അപ്പുവിന് ചിരി വന്നു. അനി വന്നതും അമ്പലത്തിൽ വെച്ചുണ്ടായ അവനോട് പറഞ്ഞു ചൈത്ര. എനിക്ക് ആരോടും പിണക്കമില്ല. പിന്നെ ഏട്ടത്തിമാർ അവരോട് മിണ്ടുന്നത് കണ്ടപ്പോൾ ദേഷ്യം വന്നു, അത്രയേ ഉള്ളൂ. കവൾ വീർപ്പിച്ച് അപ്പു പറഞ്ഞു. ആ കേട്ടല്ലോ, അപ്പുവിന് പ്രശ്നമൊന്നുമില്ലെന്ന്. അപ്പോൾ എൻ്റെ ഭാര്യ ഒന്നുങ്ങ് കയറി പോന്നോ? അനി ചിരിയോടെ പുറത്തേക്ക് നോക്കി ഉച്ചത്തിൽ പറഞ്ഞതും വെളിയിൽ മറഞ്ഞു നിന്ന ചിത്തു പയ്യെ അകത്തേക്ക് വന്നു. കണ്ണൊക്കെ നിറഞ്ഞാണ് ഇരിക്കുന്നത്. ഇതോ ഭാര്യയെ, അപ്പുവിന് പിണക്കമില്ല. പിന്നെ താൻ എന്തിനാ ഇങ്ങനെ കണ്ണു നിറച്ച് വെച്ചേക്കുന്നേ? എന്നോട് മിണ്ടുന്നില്ല. ചിത്തുവിനെ തൻ്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ച് അനി ചോദിച്ചതും അപ്പുവിനെ നോക്കി സങ്കടത്തിൽ അവൾ പറഞ്ഞു. പിന്നെ മിണ്ടുന്നില്ല പോലും. ഇത്രയും നേരമായിട്ട് ഞാനിവിടെ കരഞ്ഞു കൂവി ഇരിക്കുക, എന്നിട്ട് ഇങ്ങോട്ട് വന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു ബൂസ്റ്റും പഴംപൊരിയും എടുത്തോണ്ട് വന്നോ? എനിക്ക് ഇല്ല. എന്നിട്ട് ഞാൻ പിണങ്ങിയെന്ന് പോലോ? ഇങ്ങോട്ട് വാടി ഏട്ടത്തിയമ്മേ. ചുണ്ട് കൂട്ടിപ്പിടിച്ച് പറയുന്നതിനൊപ്പം ചിത്തുവിനെ വലിച്ച് ബെഡിലേക്ക് ഇരുത്തിയ അപ്പു. എന്നിട്ട് അവളുടെ മലയിലേക്ക് തലവെച്ച് ഒരൊറ്റ കിടപ്പ്. ചിത്തുവിന് സങ്കടവും ദേഷ്യവും ഒക്കെ ഒന്നിച്ചു വന്നു. കുറച്ചു നേരത്തെ അപ്പുവിന്റെ മുഖത്തെ വാട്ടം തന്നെ അവളെ നന്നായി വിഷമിപ്പിച്ചിരുന്നു. അവൾ വാത്സല്യത്തോടെ അപ്പുവിന്റെ നെറുകയിൽ തലോടി. ആ, ഇപ്പൊ നാത്തൂനും സെറ്റ്. എന്നാ മധ്യസ്ഥ നിന്ന ഈ പാവം അങ്ങോട്ട് പൊയ്ക്കോട്ടെ. പൊയ്ക്കോ. പോയിട്ട് താഴെ അടുക്കളയിൽ പോയി എനിക്കും താങ്കളുടെ ഭാര്യയ്ക്കും ചായയും കടിയും എടുത്തോണ്ട് വാ. ചിത്തുവിന്റെ മടിയിൽ കിടന്നുകൊണ്ട് തന്നെ ഏട്ടനെ നോക്കി ഓർഡർ ഇട്ടു അപ്പു. മുതലെടുക്കുവാണല്ലേ സജി? അനി ഒന്ന് മുരണ്ടതും അപ്പു അവനെ നോക്കി നന്നായി ഒന്ന് എളിച്ചു. അനി ചിരിച്ചുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. ഇറങ്ങും വഴി ചിത്തുവിന്റെ കവിളിലൊന്ന് തഴുകാനും അവൻ മറന്നില്ല. അടുക്കള ലക്ഷ്യമാക്കി നടക്കുമ്പോൾ അനിയുടെ മനസ്സിൽ ചിത്തു പറഞ്ഞ കാര്യങ്ങളായിരുന്നു. ആ സ്ത്രീ എന്തിനാ ഇപ്പോൾ തിരിച്ചു വന്നത്? എന്തിനായാലും ഇപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്ന എൻ്റെ കുടുംബത്തിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ അവരെ ഞാൻ അനുവദിക്കില്ല. അവൻ്റെ ഉള്ള് അരിശത്തോടെ മൊഴിഞ്ഞു. മുന്നിൽ നിവർത്തി വച്ചിരിക്കുന്ന ബുക്കിലൂടെ എല്ലാം കൗതുകത്തോടെ നോക്കി വാമിക. കോളേജിലെ പഴയ മാഗസിനും യൂത്ത് ഫെസ്റ്റിവലിന്റെ പഴയ ഫോട്ടോസും ഒക്കെ അടങ്ങുന്ന ബുക്കാണ് വൈഭവ് ശിവയുടെ കയ്യിൽ കൊടുത്തത്. അവൾ വാമികയെ കാണിക്കുകയാണ്. എന്ത് ഭംഗിയാ എൻ്റെ അമ്മയെ ഈ വേഷത്തിൽ കാണാൻ. ഭരതനാട്യ വേഷത്തിൽ ഒരുങ്ങി സ്റ്റേജിൽ നിൽക്കുന്ന വാമികയുടെ ചിത്രത്തിൽ വിരലോടിച്ച് ശിവ പറഞ്ഞു. അവൾക്കും ആ ചിത്രങ്ങളൊക്കെ പുതുമയായിരുന്നു. താൻ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത അമ്മയുടെ ആ പഴയ കാലത്തിന്റെ നുറുകുകൾ ആകാംക്ഷയോടെ ശിവയുടെ മിഴികളും നോക്കി കാണുകയായിരുന്നു. അടുത്തിരിക്കുന്ന അവളെ ഒന്ന് നോക്കിയിട്ട് വാമികയുടെ കണ്ണുകളും അതിലെല്ലാം നോക്കി. ഇത് ഞാനാണോ എന്നൊരു ഭാവത്തിൽ വാമി അവളെ നോക്കിയതും നിറഞ്ഞ കണ്ണുകളോടെ അതേന്ന് തലയാട്ടി ശിവ. ആ ബുക്കറ്റിലെ ഓരോ പേജും മറയ്ക്കുമ്പോൾ വാമികയുടെ ഉള്ളു തുടിക്കാൻ തുടങ്ങി. നെഞ്ചിലെ പടപടപ്പ് കൈവിരലുകൾ വിറയലായി അനുഭവപ്പെട്ടു. പെട്ടെന്ന് പാതി മുറിഞ്ഞ ഒരു പേപ്പർ തുണ്ടിലെ വരികൾ വാമികയുടെ കണ്ണുകൾ ഉടക്കി. മുന്നിലെ ചില്ലുമണികളുടെ താളം എന്നിലെ അന്തർമുഖന്റെ ശബ്ദമാണ് ഉണർത്തുന്നത് പെണ്ണെ, എന്ന് നിന്റെ മാത്രം ദാസ്. ആ വാക്കുകൾ വായിച്ചെടുത്തതും വാമികയുടെ ഉള്ളിൽ ഒരു സ്ഫോടനം തന്നെ സൃഷ്ടിച്ചു. നിന്റെ മാത്രം ദാസ്, ദാസ്. അവർ വീണ്ടും വീണ്ടും ആ പേര് ഉള്ളിലിട്ട് ഉച്ചരിക്കാൻ തുടങ്ങി. എൻ്റെ അമ്മോ, എന്തൊരു വരികളാ! നിന്റെ ചില്ലുമണികളുടെ താളമാണ് എൻ്റെ ശബ്ദം പെണ്ണെ. വാ, 2 വാക്കുകൾ കൊണ്ട് ഇങ്ങനെ കവിത ഉണ്ടാക്കാൻ പറ്റുമോ? എന്താ അല്ലേ? ആരാ അമ്മേ ഈ ദാസ്? തിളങ്ങുന്ന കണ്ണുകളോട് ശിവ അത് ചോദിച്ചതും അവളുടെ ഇടത് കണ്ണിലുള്ള ആ കറുത്ത കുഞ്ഞു പുള്ളി മാർഗിൽ വാമികയുടെ മിഴികൾ ഉടക്കി. അവ വീണ്ടും അവളെ ആ കാപ്പി കണ്ണുകളെ ഓർമ്മിപ്പിച്ചു. ദാസ്, ദാസേട്ടാ. ഒരു പെൺകുട്ടി വിളിക്കുന്ന ശബ്ദത്തിൽ പുഞ്ചിരിയോടെ തിരിഞ്ഞു നോക്കി ഒരാൾ. ചിരിക്കുമ്പോൾ മിന്നിയ അവളുടെ കണ്ണുകളുടെ തിളക്കം മുഖത്ത് വെച്ചിരിക്കുന്ന ആ കണ്ണാടിയിൽ കൂടി കാണാമായിരുന്നു. പാതി മങ്ങിയ അവന്റെ മുഖം ശിവയുടെ കണ്ണുകളിൽ കൂടി കാണും പോലെ തോന്നിയ വാമി ഉറക്കെ കരയാൻ തുടങ്ങി. അമ്മേ, അമ്മേ, എന്താ പറ്റിയേ? തന്റെ മുഖത്തെ തൊട്ട് ഏങ്ങുന്ന വാമികയെ പിടിച്ച് ആവലാതിയോടെ ചോദിച്ചു ശിവ.
അപ്പോഴേക്കും വാമി അവളിൽ നിന്നകന്നു. മുന്നിൽ നിരത്തിയിട്ടിരിക്കുന്ന പടങ്ങളിലൂടെയൊക്കെ കൈകൾ കൊണ്ട് പരതാൻ തുടങ്ങി. തന്റെ ഉള്ളിലെ മിന്നുന്ന മുഖമായിരുന്നു അവൾ തേടുന്നത്. ഒച്ച വെളിയിൽ വരാതെ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് ഇരു കൈകളാലും ആ പേപ്പറുകളെല്ലാം മറിച്ചു നോക്കി വാമി. ആ കാഴ്ച കണ്ട് ദിവ്യയുടെ നെഞ്ചു പൊട്ടി. അമ്മേ, എന്താ ഇത്? എന്താ പറ്റിയേ? എന്താ നോക്കുന്നേ? വാമിയെ കെട്ടിപ്പിടിച്ച് ശിവ ചോദിച്ചതും അവളെ നോക്കി എന്തോ പറയാൻ ശ്രമിച്ചു അവർ. തൊണ്ടക്കുഴിയിൽ തടസ്സം നിൽക്കും പോലെ പുറത്തേക്ക് വരാൻ കഴിയാതെ തന്റെ ശബ്ദത്തിനായി വാമി ബുദ്ധിമുട്ടി. ആ അമ്മയുടെ അവസ്ഥ കണ്ട് ശിവ പൊട്ടിക്കരഞ്ഞു. വേണ്ടമ്മേ, വേണ്ട, ഒന്നും പറയണ്ട. ഇങ്ങനെ കാണാൻ വയ്യ, ഒന്നും ഓർക്കണ്ടമ്മേ. വാമികയെ നെഞ്ചോടടക്കി പിടിച്ചു പൊട്ടിക്കരഞ്ഞു ശിവ പറഞ്ഞതും അവളുടെ കഴുത്തിൽ താലിക്കൊപ്പം കിടന്ന ആ കുഞ്ഞുമാല വാമികയുടെ കണ്ണുകളിൽ പെട്ടു. അതിലെ ഓം ലോക്കറ്റ് കണ്ടതും വാമികയുടെ മിഴികൾ ഞെട്ടലോടെ പൊന്തി. അവളുടെ വിറയ്ക്കുന്ന കൈകൾ ആ മാലയിലെ ലോക്കറ്റിൽ പിടിമുറുക്കി. തരാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉള്ളൂ. മാണിക്യമംഗലത്തെ സ്വത്തിന്റെ തൂക്കത്തിൽ അളക്കാൻ ഈ ഇത്തിരി പൊന്നിന് കഴിയില്ല. പക്ഷേ ഇതെന്റെ ആദ്യത്തെ സമ്പാദ്യ. എന്റെ പെണ്ണിന് വേണ്ടി ഞാൻ മാറ്റിവെച്ച പൊന്ന്. ഇടിമുഴക്കം പോലെ ആ വാക്കുകൾ നേർമയോടെ വാമിക്കയുടെ ഉള്ളിൽ പ്രതിധ്വനിച്ചു. അടുത്ത നിമിഷം ബോധം മറഞ്ഞു പോയവർ ശിവയുടെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വീണു. അമ്മേ! ശിവയുടെ നിലവിളി അവിടെ ഉച്ചത്തിൽ മുഴങ്ങി. അപ്പോൾ ആര്യനൊപ്പം തറവാട്ടിലേക്ക് വന്ന വൈഭവ് കേട്ടത് അവന്റെ പെണ്ണിന്റെ ആ നിലവിളിയായിരുന്നു. അടുത്ത നിമിഷം കാറ്റ് പായും പോലെ വൈഭവ് ഓടി. ശിവയുടെ ഒച്ച കേട്ടത് താഴെ നിന്നായതുകൊണ്ട് തന്നെ അവൻ അപ്പമ്മയുടെ മുറിയിലേക്ക് ഓടിച്ചെന്നത്. കൂടെ ആര്യനും. ആമി! അപ്പമ്മയെ താങ്ങി പിടിച്ച് കരയുന്നവൾക്ക് അരികെ ചെന്നിരുന്നു അവൻ വിളിക്കവേ. ഉണ്ണിയേട്ടാ, അമ്മ എന്തൊക്കെയോ പറ്റി, നോക്ക് ഏട്ടാ, അമ്മ വിളിച്ചിട്ട് എണീക്കുന്നില്ല. കരഞ്ഞുകൊണ്ട് ശിവ പറഞ്ഞതും വൈഭവും ആര്യനും കൂടെ അപ്പമ്മയെ എടുത്ത് ബെഡിലേക്ക് കിടത്തി. ആര്യൻ വേഗത്തിൽ തന്നെ അപ്പമ്മയ്ക്ക് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വൈഭവിന്റെ കൈകളിൽ നിന്ന് അവന്റെ നെഞ്ചിൽ ചാരി ശിവ. എന്താടാ? ഷോക്കാണ്, കുഴപ്പമില്ല, ഒന്ന് മയങ്ങിക്കോട്ടെ. അപ്പമ്മയെ നോക്കി മാറുന്ന ആര്യനെ നോക്കി വൈഭവ് ചോദിച്ചതും അവൻ മറുപടി പറഞ്ഞു. ശരിക്കും എന്താ ശിവ സംഭവിച്ചത്? ആര്യൻ ശിവയോട് ചോദിച്ചതും ശിവ നടന്ന കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു. അപ്പോ ആ പേപ്പർ തുണ്ടുകൾക്കിടയിൽ തന്റെ ഭൂതകാലമായി കണക്ട് ചെയ്യുന്നതെന്തോ അപ്പമ്മ കണ്ടെത്തി. അതിന്റെ ഒരു പ്രതികരണമാ ഇപ്പൊ ഈ കണ്ടത്. സാരമില്ല, ഒന്ന് ഉറങ്ങി എഴുന്നേക്കട്ടെ, അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. ആര്യം പറഞ്ഞു തീർന്നതും ശിവ വൈഭവിനെ നോക്കി. വേണ്ട ഉണ്ണിയേട്ടാ, അമ്മയ്ക്ക് വേദനിക്കുമെങ്കിൽ ഇനി ഇത് തുടരണ്ട. എനിക്ക് പറ്റുന്നില്ല അമ്മയുടെ ഈ അവസ്ഥ കാണാൻ. ഒന്നും പറയാൻ പോലും പറ്റാതെ ആ പാവം കഷ്ടപ്പെടുന്നത് ഇനി കണ്ടു നിൽക്കാൻ വയ്യ. ആമി, റിലാക്സ്. നീ തന്നെയല്ലേ പറഞ്ഞേ അപ്പമ്മയെ ഈ വിധത്തിൽ എത്തിച്ചവരെ അറിയണമെന്ന്? അതിന് ആദ്യം അപ്പമ്മയുടെ ഓർമ്മകൾ തിരികെ കിട്ടണം പെണ്ണെ. അതിന് ഇതല്ലാതെ വേറെ വഴിയില്ല, അതല്ലേ? പിന്നെ എല്ലാ അസുഖവും മാറി അപ്പമ്മ തിരിച്ചു വരുമ്പോൾ സ്നേഹിച്ചു ചേർത്ത് പിടിക്കാൻ അപ്പമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മൾ കൊടുക്കില്ലേ? അതുപോരെ? ശിവയുടെ നിറമിഴികൾ തുടച്ച് ചിരിയോടെ വൈഭവ് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞതിന്റെ പൊരുൾ മുഴുവൻ മനസ്സിലായില്ലെങ്കിൽ കൂടി ശിവ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ കുമാരൻ കാണുന്നത് മുറ്റത്ത് കാറിൽ ചാരി നിൽക്കുന്ന ശേഖരവർമ്മയാണ്. ഗൗരവത്തോടെ നോക്കി നിൽക്കുന്ന അയാളെ കണ്ടതും കുമാരൻ ഒന്ന് പരിഭ്രമിച്ചു. എന്താ അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നത്? ഒന്ന് വിളിച്ചിരുന്നേൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ? ശേഖരവർമ്മയ്ക്ക് മുന്നിൽ ചെന്ന് നിന്ന ബഹുമാനത്തോടെ കുമാരൻ ചോദിച്ചു. നിന്റെ വീട്ടിൽ ആരുമില്ലല്ലോ അല്ലേ? ഗൗരവത്തോടെ തന്നെ ശേഖരൻ ചോദിച്ചതും ഇല്ലെന്ന് തലയാട്ടി കുമാരൻ. അയാളോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ തന്നെയാണ് മുത്തച്ഛൻ അങ്ങോട്ടേക്ക് ചെന്നത്. നീ എന്തിനാ കുമാര കൽക്കട്ടയ്ക്ക് പോയത്? പണ്ട് വാമിക പ്രസവിച്ച ഹോസ്പിറ്റലിൽ നീ എന്തിനാ വീണ്ടും ചെന്നത്? ഒറ്റ ശ്വാസത്തിൽ ശേഖരൻ ചോദിച്ചതും കുമാരൻ സ്തംഭിച്ചു നിന്നുപോയി. ഈ വിവരം എങ്ങനെ ശേഖരൻ അറിഞ്ഞെന്ന ഞെട്ടലിലായിരുന്നു അയാൾ. പറയടാ, ഒരിക്കൽ കൂടി എല്ലാം അവസാനിപ്പിച്ച് കുഴിച്ചു മൂടിയത് പൊക്കിയെടുക്കാനായി നീ എന്തിനാ വീണ്ടും പോയേ? കത്തുന്ന കണ്ണുകളോടെ ശേഖരൻ ചോദിച്ചതും ഉമിനീരിറക്കാൻ പോലും കഴിയാതെ നിന്നു കുമാരൻ. വാർദ്ധക്യമാണെങ്കിലും മാണിക്യമംഗലത്തെ ശേഖരവർമ്മയുടെ കോപമുഖം അയാളുടെ മുട്ടുവിറപ്പിച്ചു. അത് അങ്ങുന്നേ, ഞാൻ നിന്റെ പപ്പ കേൾക്കാനല്ല കുമാര ഞാനിപ്പോ വന്നത്. സത്യമായി തന്നെ പറഞ്ഞു. ഇല്ലിൽ ചാകും മുന്നേ ഒരു കൊലയും കൂടെ ചെയ്യാൻ ശേഖരൻ മടിക്കില്ല. വലത് കൈകൊണ്ട് കുമാരന്റെ ഷർട്ടിൽ കുത്തിനു പിടിച്ചു ശേഖരൻ ചോദിച്ചതും അത് അങ്ങുന്നേ, ഞാൻ ശിവാമിയെ പറ്റി അന്വേഷിക്കാൻ പോയതാ. പേടിച്ചു പോയ കുമാരൻ വിറച്ചുകൊണ്ട് പറഞ്ഞു. ശിവാമിയോ? ശിവാമിക്ക് എന്താ അതുമായി ബന്ധം? അത് ഞാൻ അങ്ങുന്നിനോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? സേതുമാധവനെ എവിടെയോ കണ്ട ഓർമ്മയുണ്ടോ എനിക്കെന്ന്? അങ്ങുന്നത് വേണ്ടെന്ന് പറഞ്ഞിട്ടും അയാളുടെ മുഖം എന്റെ മനസ്സിൽ നിന്ന് പോയില്ല. അങ്ങനെയാ ഞാൻ അയാളെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചു. പിന്നെ ശിവാമി കൊച്ചിന്റെ പ്രായമൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഒരു സംശയം തോന്നി. ആ സംശയം തീർക്കാനാ ഞാൻ കൊൽക്കത്ത വരെ പോയത്. എന്റെ സംശയം പോലെ തന്നെയായിരുന്നു. അന്ന് വാമിക കുഞ്ഞു പഠിച്ച കോളേജിൽ തന്നെയാ സേതുമാധവനും പഠിച്ചത് എന്നറിഞ്ഞു. മാത്രമല്ല, വാമിക കുഞ്ഞു പ്രസവിച്ച പെൺകുഞ്ഞ് അതന്ന് മരിച്ചിട്ടില്ലെന്ന് ഞാൻ അറിഞ്ഞു. എന്താ? ഒറ്റ ശ്വാസത്തിൽ കുമാരൻ പറഞ്ഞത് കേട്ട് ശേഖരൻ ഞെട്ടലോടെ അയാളുടെ ദേഹത്തു നിന്ന് കൈയെടുത്ത് ചോദിച്ചു. ഇല്ല, നീ കള്ളം പറയുക. ആ കുഞ്ഞിന്റെ ജീവനില്ലാത്ത ശരീരം എന്റെ മുന്നിൽ കൂടിയ ആ ഡോക്ടർ കൊണ്ടുപോയത്. ഞാനത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. കുമാരന്റെ മേലുള്ള പിടിമുറുക്കി ശേഖരൻ അലറി. ഇല്ല അങ്ങുന്നേ, അന്ന് ആ കുഞ്ഞ് മരിച്ചിട്ടില്ലായിരുന്നു. ആ കുഞ്ഞാ സേതുമാധവൻ വളർത്തിയെടുത്തത്. ആ കുഞ്ഞാ വൈഭവിന്റെ ഭാര്യയായി മാണിക്യമംഗലത്ത് മരുമകളായി വന്നത്. ആ കുഞ്ഞാ ശിവാമി.
വിറയ്ക്കുന്ന ശബ്ദത്തോടെ കുമാരൻ പറഞ്ഞു നിർത്തിയതും ഉയർന്ന നെഞ്ചുടുപ്പോടെ അതിരയുടെ ഭയത്തോടെ നിന്നുപോയി ശേഖരൻ. ഒരു വിറയലോടെ അയാളുടെ കൈകൾ കുമാരിൽ നിന്നും അടർന്നു മാറി. അന്ന് മുഴുവൻ അപ്പമ്മ മയക്കത്തിൽ തന്നെയായിരുന്നു. ആര്യനും വീട്ടിൽ തന്നെ നിന്നതുകൊണ്ട് ശിവയ്ക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നു. അവൾ അപ്പമ്മയുടെ അരികിൽ നിന്ന് മാറാതെ ആ അമ്മയുടെ ചൂടിൽ അവർക്കൊപ്പം കിടന്നു.